നമസ്കാരം. നിങ്ങളെ കൊന്നുകളഞ്ഞാലും മുസ്ലിം തീവ്രവാദികൾ കൊലപ്പെടുത്തിയതാണെന്ന് നാട്ടുകാർ പറയും. ജിജി മാരിയോയ്ക്കെതിരെ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് മാരിയോ ജോസഫ്. ജിജി നന്നായി മദ്യപിക്കുന്ന ആളാണ്. ഈസ്റ്റർ ദിനത്തിൽ രാത്രി കത്തിയുമായി തന്നെ കുത്താൻ ഓടി വന്നു. ഒഴിഞ്ഞു മാറിയപ്പോൾ കൈക്ക് കുത്തേറ്റു. പോലീസിൽ പരാതി നൽകുവാൻ പോയപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനം ഇപ്പോൾ വളർന്നുവന്ന ഒന്നാണെന്നും കേസായാൽ അതിനെ പ്രതികൂലമായി ബാധിക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞതുകൊണ്ട് ഒരു പരാതി നൽകുവാൻ താൻ തയ്യാറാകാതിരുന്നത്. അതിനുശേഷം വീട്ടിൽ കിടന്നുറങ്ങാൻ തനിക്ക് ഭയമായിരുന്നു. നിങ്ങളെ കൊന്നുകളഞ്ഞാലും മുസ്ലിം തീവ്രവാദികൾ കൊന്നതാണെന്ന് നാട്ടുകാർ പറയും. അതിന്റെ സിമ്പതി കൂടി തനിക്ക് കിട്ടുമെന്ന് ജിജി പല തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാരിയോ ജോസഫ് പറയുന്നു. കുടുംബജീവിതം പ്രമേയമാക്കി നിരവധി മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്നവരാണ് ഈ മാരിയോയും ജിജിയും. മാരിയോ തന്നെ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ജിജി കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. മർദ്ദിക്കുകയും വിലപിടിപ്പുള്ള ഫോൺ തല്ലി പൊട്ടിക്കുകയും ഒക്കെ ചെയ്തുവെന്നാണ് ജിജി ചാലക്കുടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. സെറ്റ് ഓഫ് ബോക്സ് ഉപയോഗിച്ച് തലയ്ക്കടിച്ചു, 70,000 രൂപയുടെ ഫോൺ തല്ലി പൊട്ടിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള മാരിയോ തന്റെ സഹപ്രവർത്തകർക്കൊക്കെ ആയിട്ട് മുന്നിൽ വന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ മാരിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ആ വീഡിയോയിൽ പറയുന്ന ചില പ്രസക്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ്. അടിക്കാൻ കാരണമുണ്ട്, അത് നിങ്ങൾ അറിയണം. ജിജി എന്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ മാറി. ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ എന്നെ പിച്ചാത്തിക്ക് കുത്തി. കത്തി ഏൽക്കാതിരിക്കുവാൻ ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ എന്റെ കൈയുടെ മസിൽ തുളഞ്ഞ് കത്തി കയറുകയായിരുന്നു. ചോര ഒലിപ്പിച്ച് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു, ഇത് കേസാക്കിയാൽ നാറും. ഭാര്യ ജിജി മാരിയോ മദ്യലഹരിയിൽ ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചുവെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരും. നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് കേസാക്കണ്ട എന്നും കൊരട്ടി പോലീസ് പറഞ്ഞിരുന്നുവെന്ന് ജിജി മാരിയോ മദ്യപിച്ചിരുന്നുവെന്നും ഈസ്റ്റർ നാളിലായിരുന്നു ഈ കത്തിക്കുത്തി എന്ന സൂചനയുമാണ് നൽകിയത്. മാരിയോ ജോസഫ് തന്റെ സഹപ്രവർത്തകർക്കൊപ്പം ഇരുന്നാണ് ഭാര്യയ്ക്കെതിരെ ഇത്തരത്തിൽ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിരിക്കുന്നത്. എന്നാൽ വിവാഹബന്ധം പിരിയാതെ സ്വന്തം ഭാര്യയായി കഴിയുന്ന ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ വിളിച്ചു പറയാൻ നിനക്ക് നാണമില്ലേ എന്നുള്ള കമന്റുകൾ അനേകം വന്നു കഴിഞ്ഞു. ജിജി മാരിയോ ട്രസ്റ്റിന്റെ പണം മോഷ്ടിച്ച് കോടികൾ മുടക്കി സഹോദരന് വീട് വെച്ചുവെന്നും മാരിയോ ജോസഫ് ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ ചിത്രമടക്കമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ജിജി മാരിയോയുടെ സഹോദരന്റെ വീട് ട്രസ്റ്റിന്റെ പണം അപഹരിച്ച് പണിതു എന്നാണ് ഇത്തരത്തിൽ ആരോപണമുയർന്നത്. താൻ TV ബോക്സിന് തലയ്ക്ക് അടിച്ചിട്ടില്ല. FIR-ൽ പറയുന്നത് എന്തെന്നും തനിക്കറിയില്ല. മാത്രമല്ല ആ വീട്ടിൽ TV ഇല്ലായിരുന്നു, എന്നാൽ ഞാൻ തല്ലുകയുണ്ടായി, അതിന് കാരണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞാൻ അവളെ വിവാഹം കഴിക്കും മുൻപേ ഉള്ള ഒരു ആൺസുഹൃത്ത്, വളരെ അടുത്ത എന്നേക്കാൾ വിശ്വാസമുള്ള ഒരു ആൺസുഹൃത്ത്, ആൽബിയും കുഞ്ഞുമോൻ കോട്ടയംകാരനാണ്. അവനെ പേരിന് എടുത്തിട്ടു. അവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജിജി എന്തു പറയുന്നു അത് മാത്രമേ ചെയ്യൂ. ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ജിജിയുടെ സഹോദരിയുടെ ഭർത്താവ് സേവിച്ചൻ ദുബായിലാണ്. എന്നെ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ഒരു പേപ്പറും കാണിക്കണ്ട എന്ന് പറഞ്ഞു. 2023 ഒരാൾ എന്നോട് പറയുന്നു, ഓഫീസിലെ ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യ ഒരല്പം അധികമായൊക്കെ ഇടപഴകുന്നു, തനിക്ക് അവൻ മകനെ പോലെയാണ്, അവർ ഒരുമിച്ച് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അത് അനുസരിക്കുന്നില്ല, ജിജിയും അത് അനുസരിക്കുന്നില്ല. ജിജി എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് എന്താണ് ഇത്ര സംശയം? പിറ്റേന്ന് രാവിലെ സന്തോഷിനെ ഓഫീസിലെത്തി ഒരൊറ്റയടി. ചെവി പൊത്തി ചോരയൊലിപ്പിച്ച് അവൻ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ചികിത്സ തേടി. MLC കേസായി നേരെ കൊരട്ടി സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയുള്ള പോലീസുകാർ എന്നോട് പറഞ്ഞു, ബ്രദർ, ഇത് പുറത്തറിഞ്ഞാൽ എല്ലാം താളം തെറ്റും, നിങ്ങൾക്ക് നാണക്കേടാകും. 5 ലക്ഷം കൊടുത്ത് ഒടുവിൽ കേസ് ഒതുക്കുവാനും പറഞ്ഞു. ഈ ട്രസ്റ്റിൽ നിന്ന് ആ പണം കൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് താൻ തയ്യാറായില്ലെന്നും മാരിയോ പറയുന്നുണ്ട്. കൂടാതെ ജിജി കൊല്ലാൻ ശ്രമിച്ചുവെന്നും പിച്ചാത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും പറയുന്നുണ്ട്. ജിജി എന്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ മാറി. ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ തന്നെ പിച്ചാത്തിക്ക് കുത്തി. കത്തിക്കുത്തി ഏൽക്കാതിരിക്കുവാനാണ് താൻ ഒഴിഞ്ഞു മാറിയപ്പോൾ തന്റെ കൈയുടെ മസിലിൽ തുളഞ്ഞ് കത്തി കയറിയത്. ചോര ഒലിപ്പിച്ച് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു, കുത്തിക്കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ഭാവിയെല്ലാം അപകടത്തിലാകും. അതുകൊണ്ട് ദയവായി ഇത് കേസാക്കേണ്ട എന്ന് പോലീസ് പറഞ്ഞു. നിങ്ങൾക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ആ സ്റ്റിച്ച് ഒന്ന് എഴുതിച്ചിട്ട് MLC ആക്കിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ. ഞാൻ എൻ്റെ മക്കളെ ഓർത്തും ഭാര്യയെക്കുറിച്ച് ഓർത്തും അത് ചെയ്തില്ല. മറിച്ച് ഞാൻ ചെയ്തത് ജിജി ഒന്ന് ഭയപ്പെടുത്തുവാനായി സുനിൽ ജോസ് എന്ന ചാലക്കുടിയിലെ വക്കീലിനെ കണ്ട വക്കീൽ നോട്ടീസ് അയച്ചു. ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ക്രിപ്റ്റഡ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. നിങ്ങൾ ദേഹോപദ്രവം ചെയ്യുന്നത് കൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല. ആള് പിലാർമൊഴിയിലുള്ള അക്കാദമിയിലായിരിക്കും താമസിക്കുക. ആ പ്രിമിസിൽ പോയി ഒരിക്കലും മാരിയോയെ ഉപദ്രവിക്കരുത്. ഇത് കൊടുത്തിട്ടും കുറച്ചു ദിവസം മുൻപ് സംഭവിച്ചതെന്ന് പറയുന്നത്, ജിജി ഇങ്ങനെ നീയും കുടുംബക്കാരും ഈ പാവപ്പെട്ടവരുടെ കാശെടുത്താൽ അത് നമ്മുടെ മക്കൾക്ക് ശാപമായിട്ട് മാറും. എനിക്കിത് പറ്റുന്നില്ലടാ.
ചാര് ഈറ്റബിൾ ട്രസ്റ്റ് എന്നും പറഞ്ഞ് ചെറിയ സൂത്രം കാണിക്കുന്ന ട്രസ്റ്റുകാരെ കളിയാക്കുന്നതിന് വേണ്ടി സൊസൈറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് തെറി കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഏറ്റവും ഒടുവിൽ അങ്ങനെ നടത്തേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. അതുകൊണ്ട് നിനക്കെതിരെ ഒരു കംപ്ലൈന്റ് ഇൻകം ടാക്സിൽ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഈ വർഷം അവർക്ക് 4 ലക്ഷം ഇൻകം ടാക്സ് എന്തോ കിട്ടണമെന്നും പറഞ്ഞു. അപ്പോൾ അവൾ വയലന്റായി, പാരന്റ്സും വയലന്റായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം 4 മണിക്ക് 2 കാറുകളിലായി 8 പേർ വന്നു. ഞാൻ ഗ്ലാസ് ഡോർ ഓടിപ്പോയി അടച്ചു. അതിന് ക്ലോസർ ഉള്ളത് കൊണ്ട് വാതിൽ പതിയെ അടയും. ഇതിനിടയിൽ ജിജി വാതിൽ ഒറ്റ ചവിട്ട്. ഞാൻ തെറിച്ചു വീണുവെങ്കിലും എഴുന്നേറ്റപ്പോൾ അവൾ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഇങ്ങനെ സ്വാഭാവികമായി മരിച്ചു പോകുമെന്നൊരവസ്ഥ വന്നപ്പോൾ കൈകാലുകൾ കൊണ്ട് ഞാൻ അവളുടെ പുറത്ത് അടിച്ചു. മരണവെപ്രാളത്തിലായതുകൊണ്ട് അടിച്ചപ്പോൾ അവൾ വിട്ടു. അടുത്ത ഡോർ തുറന്ന് മുകളിലേക്ക് ഓടി. ഡോർ അടച്ചെങ്കിലും അവൾ അത് ഇടിച്ചിടിച്ച് പൊട്ടിച്ചു. ജിജി സ്വന്തമായി തന്നെ തല ഇടിച്ചുകൊണ്ട് ഇറങ്ങി വാട എന്നൊക്കെ വെല്ലുവിളിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. അന്ന് നൂറിൽ വിളിച്ചിട്ട് തന്നെ കൊല്ലാൻ വരുന്നെന്ന് ആദ്യം കംപ്ലൈന്റ് പറഞ്ഞത് താനാണെന്നും മാരിയോ പറയുന്നു. ഇവരുടെ കള്ളത്തരം പുറത്തു പോകുമെന്ന് ഭയന്ന ഇവരെന്നെ കൊന്നുകളയുമായിരുന്നു. ജിജി ഒരു തികഞ്ഞ മദ്യപാനിയാണ്. രാവിലെ മുതൽ രാത്രി വരെ കുടിക്കും. ബോക്സുകൾക്കുള്ളിലാക്കിയാണ് ഇത്തരത്തിൽ കുപ്പികളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല വിദേശ മദ്യം വരെ അക്കൂട്ടത്തിലുണ്ട്. ഇത്രയും ക്രൂരയാക്കുന്നത് മദ്യമാണ്. 2 പണമെന്ന അഹങ്കാരം. ഭയങ്കര ലാവിഷായിട്ടൊക്കെയാണ് മോഡിക്ക് വേണ്ടി പണം കളയുന്നത്. പരസ്പരം ചളിവാരി എറിയരുതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്കും അത് ആഗ്രഹമുണ്ട്. ഞാൻ എല്ലാം സോൾവ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഈ ട്രസ്റ്റിൽ നിന്ന് കൊണ്ടുപോയ എല്ലാ സമ്പത്തും പൊതുജനത്തിന് കൊടുക്കണം. ആ ബിൽഡിംഗ് വിറ്റ് 10-15 വീടുകൾ വെക്കണം. DKF അതായത് കമ്പനി ആക്ട് ട്രസ്റ്റ് അച്ഛനെയും മാഷിനെയും കളയണം. അവരെല്ലാം പോകട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന വാഗ്ദാനം അതെനിക്ക് പറ്റില്ല. മദ്യം നിർത്തുക, ഇവരെ ഒഴിവാക്കാതെ ഇരിക്കുക, അതിനുശേഷം ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുക. നിയമപാലകർ ഇതെല്ലാം അന്വേഷിച്ച് അവരൊരു കൺക്ലൂഷനിലെത്തി ന്യായമായി വിധി നടപ്പിലാക്കുന്നത് വരെ കാത്തിരിക്കാൻ എനിക്ക് കഴിയൂ എന്ന് കരുതി ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ പഴയതുപോലെ നടക്കുമെന്നും മാരിയോ പറയുന്നുണ്ട്.